വെൽക്കം. ഐ എം സതീഷ് കുമാർ. നിങ്ങൾക്കിന്ന് ഞാൻ 3 സ്പെഷ്യൽ വയറിങ്ങുകളെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വയറിംഗ് ആണ്. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ വയറിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ഹോസ്പിറ്റൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആദ്യം ഓപ്പറേഷന് മുമ്പായിട്ടുള്ള തിയേറ്റർ സെറ്റിങ്ങാണ്. അപ്പോൾ നമുക്ക് തലഭാഗത്തായിട്ട് പേഷ്യൻറ്റിൻ്റെ തല വരുന്ന ഭാഗത്താണ് എക്യുപ്മെൻറ്റും ടൂൾസും എല്ലാം ഉള്ളതുകൊണ്ട് അവിടുത്തെ ലൈറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കിവിടെ നോക്കാം. ഈ ഫസ്റ്റ് ലൈറ്റ്, ആകെ 2 ലൈറ്റുകളേ ഉള്ളൂ. ഫസ്റ്റ് ലൈറ്റ് ഇപ്പോൾ ഓണായി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിനെ ഒരു ഓപ്പറേഷൻ നടക്കണം. അവിടെ നടക്കുമ്പോൾ 2 ലൈറ്റും ഓണായിരിക്കണം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, 2 ലൈറ്റും ഇപ്പോൾ ഓണാണ്. ഓക്കെ, ഇനി നമ്മൾ ആ സ്വിച്ചിനെ നേരത്തെ നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഇവിടെ കണ്ടോ, ഇത് ഡിമ്മാണ്. അതായത് ഓപ്പറേഷൻ നേരത്തെ ഉള്ളത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഫുൾ ബ്രൈറ്റ്നസ് വേണം. എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, പേഷ്യൻ്റ് അറ്റ് റെസ്റ്റ് ഒബ്സർവേഷനിലാണ്, അപ്പോൾ ഡിം ബ്രൈറ്റ്നസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം? ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത് പവർ സേവിങ്. അടുത്തത് നമുക്ക് ഗോ ഡൗൺ വയറിങ് അല്ലെങ്കിൽ വെയർ ഹൗസ് വയറിങ്. ഓക്കെ, ഒരു വെയർ ഹൗസിൻ്റെ ഉദ്ദേശം എന്താണ്? സ്റ്റോക്ക് എടുക്കുക, വെരിഫൈ ചെയ്യുക, ലോഡിങ്, അൺലോഡിങ്. അപ്പോൾ ഇതിന് ഒറ്റ ഡോർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഡോർ ഇവിടെ നിന്നാണെന്ന് അസ്യൂം ചെയ്യുക. ഇതേ നമുക്ക് 1, 2, 3 ഇങ്ങനെ എത്ര വേണോ വയ്ക്കാം. ഞാനിപ്പോൾ 3 എണ്ണമേ വെച്ചിട്ടുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3 3 സ്വിച്ചുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി സെറ്റ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. എന്താ ഇവിടെ നോക്കാം. ഫസ്റ്റ് സ്വിച്ച് ഇട്ടു, ഫസ്റ്റ് ലൈറ്റ് കത്തി. ഞാനിനി സെക്കൻഡ് സ്വിച്ച് ഇട്ടപ്പോൾ ഫസ്റ്റ് ലൈറ്റ് അണഞ്ഞിട്ട് സെക്കൻഡ് ലൈറ്റ് കത്തി. ഞാൻ തേർഡിലേക്ക് പോയാൽ സെക്കൻഡ് ലൈറ്റ് അണഞ്ഞിട്ട് തേർഡ് ലൈറ്റ് കത്തി. ഇനി തിരിച്ചാണെങ്കിൽ ഇങ്ങനെ. അതായത് എപ്പോഴും ഒരു സൈഡ് മാത്രമേ ഓപ്പറേറ്റ് ആയിരിക്കത്തുള്ളൂ. അവിടെ മാത്രമേ നമുക്ക് വെളിച്ചം ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്കിന്നിപ്പോൾ അടുത്ത ഒരു സ്പെഷ്യൽ വയറിംഗ് എന്ന് പറയുന്നത് ടണൽ വയറിംഗ് ആണ്. ടണലിനെ ഒരു എൻട്രി, ഒരു എക്സിറ്റ്, അല്ലെങ്കിൽ ഏത് വേണോ എക്സിറ്റ് ആക്കാം, ഏത് വേണോ എൻട്രി ആക്കാം, എത്ര ലൈറ്റുകൾ വേണോ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. 1, 2, 3, 4 ലൈറ്റുകളുണ്ട്. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് 1, 2, 3, 4 സ്വിച്ചുകളുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റ് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുകയാണ്. നോക്കിക്കേ, 1 and 2 ആണ് ഇപ്പോൾ കത്തിയത്. 2 ലൈറ്റുകൾ കത്തി. ഞാനിനി നേരെ സെക്കൻഡ് സ്വിച്ചിലേക്ക് പോകുന്നു. ഫസ്റ്റ് ലൈറ്റ് അണഞ്ഞു, സെക്കൻഡും തേർഡും കത്തി. ഇനി ഞാൻ തേർഡ് സ്വിച്ചിലേക്ക് പോകുന്നു. തേർഡും ഫോർത്തും കത്തി. തിരിച്ചു പോയി, എല്ലാം ഓഫായി. ഇനി ഇവിടെ നിന്ന് വരുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഓഫ്. ഇനി ഒരു എമർജൻസി മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാ ലൈറ്റുകളും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം നടുക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ തന്നെ എല്ലാ ലൈറ്റുകളും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ടണൽ വയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.